സ്ട്രീമേഴ്സ് റവന്യൂ ഷെയർ ചോദിക്കാൻ പറ്റുമോ? ആ ചാറ്റ് ഹൈഡ് ചെയ്തിട്ട് കാണുന്നതിന് മുമ്പ്. അത് ശരിയാണല്ലോ. അല്ല അത് കൊള്ളാം, നല്ലൊരു പരിപാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, ഇത്ര ശതമാനം ഒരു ലൈവിന്റെ ഇത്ര ശതമാനം ഷെയർ നമുക്ക് ചോദിക്കാം. അത് നല്ലൊരു ആശയമാണ്. അത് കൊള്ളാം. നീ പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് ചെയ്താലോ? ഞാനല്ല, വേറെ ചാറ്റിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് ഞാൻ ഇപ്പൊ ലൈവ് വീണ്ടും തുടങ്ങിയത്. ഷെയർ എക്സ്ലാൻഡിസിലൂടെ അതൊരിക്കലും പറ്റില്ല അല്ലെ, തമാശയല്ല, അതൊരിക്കലും പറ്റില്ല. കാരണം ചാനൽ അവരുടെ ഒരു പേഴ്സണൽ സാധനമാണ്. ഇപ്പൊ നമുക്ക് അറിയാവുന്നവർ കൊടുത്താൽ പോലും റൂളായിട്ട് അത് വെക്കാൻ പറ്റൂല. നമുക്ക് പിന്നെ വേണമെങ്കിൽ റൂളായിട്ട് വെക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ സ്ട്രീമേഴ്സ് റോൾ ഉള്ളവർക്ക് വേണമെങ്കിൽ സെർവറിലോട്ടൊരു പേയ്മെന്റ് വരാം മന്ത്ലി, അല്ലേ നിങ്ങളെ? അതിനോട് എനിക്ക് താല്പര്യമില്ല. സ്ക്രിപ്റ്റ് എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്തേ. വാട്ട് അബൌട്ട് ഡൊണാൾഡ് ഡ്രീം? ഇങ്ങനെ എപ്പോഴും സിറ്റി ഡൗൺ. അത് കറന്റ് ലാസ്റ്റ് ഒരു മാസമായിട്ട് പലർക്കും ഈ പറയുന്നത് പോലെ സിറ്റിക്കകത്ത് ഡൊണേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ എത്ര ഡേയ്സ് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അത്രയും ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ബ്രാവോ, ഈ സെർവറിന് വേണ്ടിട്ട് ഒരു ഇൻട്രോ സോങ് ഒന്നും ഉണ്ടാക്കല്ലേ? ഇല്ല, അത് ഞാൻ പറഞ്ഞു. തോമനോട് ചോദിച്ചു പാട്ട് വേണം. ഞാൻ പറഞ്ഞു വേണ്ട പാട്ടേ ഇടാൻ പോലും പറ്റിയിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് പാട്ട് ഏറ്റവും കിടില്. ഞാൻ ഓർമ്മയുണ്ടല്ലോ അന്ന് കാറിലിട്ടത് നമ്മള് ഇപ്പഴും കേൾക്കുവളിയോ, ഞാനത് ഇപ്പഴും ഇട്ട് കേൾക്കുന്നത്. ആ പറയടാ. ഞാനിവിടെ സെർവർ പണിതോണ്ടിരിക്കണ്ട, സെർവർ അപ്പാക്കണ്ടേ, കളിക്കണ്ടേ, കുറച്ച് കോഡ് ചെയ്തോണ്ടിരിക്കുന്നത്, ബിസിയാണ്. പബ്ജി കളിക്കാൻ വരുന്നതായാലും അല്ല, ഞാൻ കോഡിങ്ങിലാണടാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇല്ലടാ, ഇത് ബീഡിയുടെ വർക്കാണല്ലോ. ഞാൻ ഇസഡ് ഒന്ന് ട്രൈ ചെയ്തിട്ട് വരും. ഇത് വേറെന്തോ ഇവിടെ പോണേ. റിക്ക് ഓപ്പി എന്ന വ്യക്തി ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, അപ്പൊ ആളാണ് ചെയ്യുന്നത്. അളിയെ കോഡ് ചെയ്യുന്നത് പെയിന്റ് ആപ്പില്ല. സൂപ്പർ. വാട്ട് ഈസ് ഹാപ്പനിങ്? ഞങ്ങളിവിടെ സെർവർ കോഡ് ചെയ്തോണ്ടിരിക്കണം. அதுல பறந்து வாசு கேரக்டருக்கு மட்டும் எக்ஸ்ட்ரா டேமேஜ் மாதிரி அல்ல? ഇല്ല, ഒരു വെടി വെച്ചാൽ 4 പേര് ചാവും, 10 ചാവും. அத எக்ஸ்ட்ரா டேமேஜ் அது. ப்ரோ கோஸ் சொல்லுங்க. இந்த கிலுவா ஜப்பானுக்கு കുറച്ച് എക്സ്ട്രാവാ. പിന്നെന്താ വേറെ മതി. ബാൻ വേണ്ട, സെർവർ അപ്പാറില്ല. നമുക്ക് എന്നും പറയാം, അത് ഡീഗ്രേഡ് ആവില്ല. മനസ്സില്ലേ, മൗത്തോക്കല്ലേ പറയണേ. കോഡിങ് ഇടയ്ക്ക് ഇത് പോകണ സ്ക്രീൻ നോക്കിയാളെ, ഈ കോഡ് ഒരു തരത്തില് ശരിയാണല്ലോ. ഇതൊന്നും സ്ക്രീൻഷോട്ട് നോക്കി ഇതൊന്നും ഫിക്സ് ചെയ്ത മയില്. ഇതിൽ ഏതോ ഒരു കോഡ് എറാണ് അളിയാ ഇതില്. അത് AB ഗ്രേറ്റർ ദാൻ D. അതെങ്ങനെ വരും? D അല്ലേ വലുത്? അങ്ങനല്ല, തിരിച്ചിട്ടിട്ട് ഇത് കറക്റ്റ് ആയിട്ട് അപ്പാണുള്ളത്. അതൊരു TVS 7 സെർവർ അറിയാവോ? ശരിയാണ്. പ്രാന്ത് പിടിക്കണേ, കോഡിങ് എന്തൊരു പാടല്ലേ. TV മാറ്റി വാസുവിന്റെ സെർവർ ആക്കി നോക്കേ, ചിലപ്പോ വർക്കാവും. നിനക്കൊരു കോഡ് എഴുതാനെങ്കിലും അറിയാളിയാ? പ്രശ്നം വേറെ അത് കാണില്ല, ഇത് ലോഡാവണം. അത് വീട്ടിലെ കോച്ച്, അത് ഞാൻ അൺബോക്സ് ചെയ്തില്ല. അത് ഞാൻ വീട്ടിലാ, അത് ഞാൻ എറണാകുളത്താ. നീ 3 കൂട്ടിയിട്ടേക്കുന്ന അല്ലെങ്കിൽ ചാടി പോളിയാ. ഞാൻ 2 തൊട്ടം 3 വെളിയിൽ കിട്ടുമ്പോ അത് വെളിയിൽ നോക്കോട്ടെ, താഴെ അടയ്ക്കും കൂടെ ചെയ്യാം. ഇതൊക്കെ ലേറ്റസ്റ്റ് കോട്ട്സ് ആണ്.
പുതിയ Leak ആയി, കോഡുകൾ leak ആയി. നടത്തില്ല. അണ്ണ ഇങ്ങോട്ട് പബ്ജി വന്നേ മതി എടാ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെ ഷൗട്ടെക്സിനെ കൊണ്ട് ഒരു സാധനം ചെയ്യിപ്പിക്കാനുണ്ട്. ഞാൻ അവനെ താഴെ പിടിച്ചിരുത്തിയേക്ക് ഒരു 5 മിനിറ്റ് അവനെ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇതാ വരുന്നു. ഇന്നലെ അളിയ ഷോട്ടക്സിന്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് കിടില്ല ഷോട്ടക്സ് എന്ന് പറഞ്ഞു ഞാൻ. വാട്ട് വരികടാ പബ്ജി ഇപ്പൊ നമ്മളെ പണ്ട് പരിശോധിക്കാൻ പറ്റില്ലല്ലോ. പണ്ടൊക്കെയാണെങ്കിൽ ഉറക്കത്തി എണീച്ച് ആദ്യം വിളിക്കും ആ വാ PUBG കളിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ പബ്ജി ഇട്ടിട്ട് വർഷം 2 ആയി. சரி இப்ப வரியா இல்லையா இருமே ഞാൻ എന്നാ കൂടി പോയിട്ട് വരാവേ. ഇപ്പൊ വരാം ബ്രാവോ. കോച്ച് വരാം. അണ്ണ പെട്ടെന്ന് പറഞ്ഞു അണ്ണല്ലാണ്ട് കോഡിംഗ് ഒന്നും നടക്കൂല. ബ്രാവോ ഇത്രയൊക്കെ തമാശ. സർവർ അപ്പായില്ലേ നോക്കിയോ വീട്ടിൽ വന്ന് തല്ലും പിള്ളേര്. ബ്രാവോ ബ്രോ ഒരേ ഒരാഴ്ചയില് എല്ലാ ഇഷ്യൂസും ഫിക്സ് ആയിട്ട് റെഡിയാവും. അത്ര ജീവിതമാണ് അതിന്റെ അകത്ത് നടക്കുന്നത് അറിയോ? നിന്റെ എന്തുവാ അതിനകത്തുള്ളേ? അല്ല ബ്രാവോ ഒരു ഇത് കൊണ്ടുവരണം കേട്ടോ. എന്തുവാ പറഞ്ഞ വീരാതോ? അല്ല പിന്നെ ഈ റിലേഷൻഷിപ്പ് ഒക്കെ കളയണം. റിലേഷൻഷിപ്പ് കളയണമെന്നോ? അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഇടണം. ഗോക്കു ഞങ്ങള് പുതിയ ഇന്ന് വന്ന അപ്ഡേറ്റ് എന്തോന്ന് അറിയാമോ നിനക്ക്? ഇന്ന് വന്ന അപ്ഡേറ്റ് ഇന്ന് വന്ന അപ്ഡേറ്റിലെ നമ്മുടെ മൾട്ടി ക്യാരക്ടറിലല്ലേ അവരുടെ സ്വന്തം പാർട്ണറെ അവർക്ക് വെക്കാൻ പറ്റും അറിയാവോ? അപ്പൊ കേറി വരുമ്പോ തന്നെ അവർ രണ്ടുപേരും കൂടെ കൈ പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും കാണാൻ പോകുന്നത് അറിയാവോ? അല്ല കോച്ച് പ്രശ്നമില്ല. അല്ല ഈ പെണ്ണുങ്ങളില്ലാത്തവർക്ക് ആണുങ്ങളിലും വെക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കണ്ടില്ലായിരുന്നു ഇത് അത് സ്നൈപ്പോ സാവേജ് നിക്കും. നിൽക്കുന്നുണ്ടോ അതെ കണ്ടാ ഇതും കൂടെ കാണാൻ വയ്യ ബ്രാവോ എനിക്ക്. പറ്റില്ലേ? അഞ്ചാറ് പേര് നിർത്തിയിരുത്തണം. തോളത്ത് നിർത്തുന്നു. അത് റയാൻ പെൺവേഷം ഇട്ട് നിൽക്കുന്ന. അല്ല അല്ല ബ്രാവോ കയറുമ്പോ ഒരു വീൽ ചെയറിൽ അമ്മൂമ്മയൊക്കെ ഇരിക്കുന്നതായിരിക്കും അല്ലേ? ബ്രാവോ ബ്രോ ഇത് மட்டும் வைக்காதீங்க. பாய்ஸ் 2 பேர் நிக்கிறதுக்கு 2 கன் வைக்கிற மாதிரி இருக்கு கோச் இருக்கு BFF போஸ் இருக்கு அப்படின்னா ഇൻവൈറ്റ് അടിച്ചാൽ മതി. ഇൻവൈറ്റ് അടിച്ചാൽ പോതും.